നമസ്കാരം. മാൻ ഈസ് എ സോഷ്യൽ ബീയിങ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഗ്രീക്ക് ഫിലോസഫറായ അരിസ്റ്റോട്ടിൽ ആണെന്നാണ് വിശ്വാസം. അപ്പോൾ സോഷ്യൽ ബീയിങ് ആയ മനുഷ്യന് ഈ ലോകത്തിൽ സമാധാനമായിട്ട് ജീവിക്കാൻ സോഷ്യൽ നോംസിനേക്കാൾ സോഷ്യൽ റൂൾസ് അത്യാവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്റ്റഡി നടന്നു. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് സോഷ്യൽ റൂൾസ് ഒബേ ചെയ്യാൻ താല്പര്യമെന്ന്? സെൽഫ് ഇൻട്രസ്റ്റ് കൊണ്ടാണോ? ആന്തരികമായ റെസ്പെക്റ്റ് റൂൾസിനോടുള്ളത് കൊണ്ടാണോ? അനുസരണ കൊണ്ടാണോ? സോഷ്യൽ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാനാണോ? അതോ ബാഹ്യമായ എന്തെങ്കിലും പ്രേരണ കൊണ്ടാണോ എന്ന് അതിൽ കണ്ടെത്തിയ അതിശയകരമായ കാര്യം എന്താ വെച്ചാൽ മനുഷ്യർക്ക് സോഷ്യൽ റൂൾസിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് അവരത് ഒബേ ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ ഈ ചേട്ടന്മാർ കാണിക്കുന്ന അഭ്യാസം പിയർ പ്രശ്ന കാരണമായിരിക്കും. അതേപോലെ കുറച്ച് ആൾക്കാർ സോഷ്യൽ റൂൾസ് വയലേറ്റ് ചെയ്യാറുണ്ടെങ്കിലും മെജോറിറ്റിയും സോഷ്യൽ റൂൾസ് ഒബേ ചെയ്ത് ജീവിച്ചു പോകാൻ താല്പര്യപ്പെടുന്നു. ഇതൊക്കെ കണ്ട് നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഹൈദരാബാദിൽ നിന്നും 107 കിലോമീറ്റർ ദൂരെ നാൽഗൊണ്ട ഡിസ്ട്രിക്റ്റിലെ ഛായ സോമേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇത് 12ാം നൂറ്റാണ്ടിൽ ചോളന്മാരുടെ തെലുഗു ബ്രാഞ്ചായ കുന്തുരു ചോഡാസാണ് നിർമ്മിച്ചത്. ഇവിടെ ത്രികോട്ടാലയം എന്ന ദ്രവിഡിയൻ ആർക്കിടെക്ചറാണുള്ളത്. അതായത് അമ്പലത്തിൽ 3 ഗർഭഗൃഹമുണ്ട്. ഒന്നിൽ ശിവനും, ഒന്നിൽ വിഷ്ണുവും, ഒന്നിൽ സൂര്യനുമാണ് പ്രതിഷ്ഠ. ഈ അമ്പലത്തിൽ ഈ പേര് വരാൻ കാരണം ഇതിലെ ശിവലിംഗത്തിൽ സൂര്യൻ്റെ സ്ഥാനം ഏതായാലും ഒരു പില്ലറിൽ നിന്നുള്ള ഷാഡോ, അതായത് ഛായ, ഈ ശിവലിംഗത്തിൽ പതിക്കുമത്രേ. അതുകൊണ്ടാണ് ഛായ സോമേശ്വര സ്വാമി എന്ന് പേര് വന്നത്. അപ്പോൾ ഈ അമ്പലം നമുക്കൊന്ന് കണ്ടു വന്നാലോ? നമസ്കാരം.